ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മുടെ അടുത്ത വിഷയം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി മാപ്പ് പറയുമ്പോൾ എന്ന തലക്കെട്ടിൽ ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ പ്രേംകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്, മമ്മൂട്ടി ചൂരൽമലയിൽ മുണ്ടക്കൈ ദുരിതബാധിതരുടെ ആ ടൗൺഷിപ്പിൽ എത്തിയ സമയത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് മോശമായി പെരുമാറി എതിരെ സൈബർ രംഗത്ത് വലിയ രീതിയിലുള്ളൊരു വിമർശനം മമ്മൂട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. അതിൽ മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. മഹാനടനോട് മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ പ്രേംകുമാർ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ: മഹാനടനോട് മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വിശാല മനസ്സിനെയും മാനവിക ബോധത്തെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുൻപ് നടത്തിയ ആശാ സമരം പരിഹരിക്കണമെന്ന നിർദോഷമായ മനുഷ്യപക്ഷ നിലപാടിൻ്റെ പേരിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ പുറത്താക്കി. അതിനുശേഷം നടന്ന സൈബർ അറ്റാക്കിൽ യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അത്രയേറെ മോശമായ രീതിയിലുള്ള അക്രമം നേരിട്ടിട്ട് പോലും ആരും തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല, തന്നോട് ആരും മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ ചെറിയ ആളാണോ വലിയ ആളാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തുന്നതിൽ. ചെറിയ നടനാണ് ഞാൻ എന്നും കൂടെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പ്രേംകുമാർ നേരത്തെ തന്നെ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അതിനുശേഷം സച്ചിദാനന്ദൻ ഇതേപോലെ തന്നെ സർക്കാരിനെതിരെ തിരിഞ്ഞ സമയത്ത് പക്ഷേ സച്ചിദാനന്ദനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴും സർക്കാർ എപ്പോഴും സച്ചിദാനന്ദനെ ചേർത്ത് പിടിക്കുന്ന നിലപാടെടുത്തു. അതിനുശേഷമാണ് UDF-ന്റെ വേദിയിൽ അദ്ദേഹം എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു കുറിപ്പുമായി എത്തുകയാണ്. പ്രേംകുമാർ പറഞ്ഞ ഒറ്റ വാചകത്തിൽ നമുക്കതിനെ സംഗ്രഹിക്കാം: എന്നെ രക്ഷിക്കണം സാർ. ഇതാണ് ആ വരി. എന്നെയും എൻ്റെ കുടുംബത്തെയും തേജോധം ചെയ്യുകയും തെറി വിളിക്കുകയും ചെയ്തുകൊണ്ട് വളരെ വലിയ സോഷ്യൽ മീഡിയ ലിഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായി. സാർ എന്തെങ്കിലും ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ. ഒരു മനുഷ്യൻ നാട്ടിലെ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. ഇത്ര ലളിതമായ ഒരു കാര്യം നമ്മൾ ബാക്കി എല്ലാ തൊങ്ങലുകളും ബാക്കിയെല്ലാം ഒഴിവാക്കി വെച്ചാൽ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. മമ്മൂട്ടിക്കെതിരെ പ്രശ്നമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ഇടപെടുന്നു. നല്ല കാര്യം. മുഖ്യമന്ത്രി പറയുന്നു, മമ്മൂട്ടിയോട് മാപ്പ് പറയുന്നു. അപ്പോഴാണ് പ്രേംകുമാർ പറഞ്ഞത്, സാർ മാപ്പൊന്നും പറയണ്ട, പക്ഷേ ഞാൻ മാപ്പിന് അർഹനാണ്, എന്നെ ഒരു കാര്യമില്ലാതെ തെറി വിളിച്ചതാണ്, പക്ഷേ ഒരു രക്ഷയില്ല സാർ, ജീവിക്കാൻ വയ്യ. ഏത് പ്രേംകുമാർ? സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് നിന്ന് ഫിലിം ഫെസ്റ്റിവലൊക്കെ വൃത്തിയായിട്ട് പല പരിപാടികളും നല്ല ഭംഗിയായി നടത്തിയ ശേഷം ഒരു സമരം, ഏത് സമരം? ആശാ സമരത്തിൽ പോയി നിലപാടെടുത്തതിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതുവരെ സജി ചെറിയാൻ അടക്കമുള്ള ആരും എന്തിനാണ് ഈ ചലച്ചിത്ര ഫെസ്റ്റിവലിൽ തൊട്ട് മുമ്പ് പ്രേംകുമാറിനെ മാറ്റിയത് എന്നുള്ളതിന് ഉത്തരമില്ല. ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഏതോ ചെറിയാന്മാർ ചെയ്ത പണിയായിരുന്നു ഈ പ്രേംകുമാറിനെ പുറത്താക്കിയത്. എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി അങ്ങനെ ചെയ്ത് കാണുമോ, പിണറായി വിജയൻ അങ്ങനെയൊക്കെ ചെയ്യുമോ, എനിക്കറിയില്ല. ഇത് മാത്രമല്ല, ഓർമ്മയുണ്ടോ, ഈ ആശാ സമരം തുടങ്ങുമ്പോൾ മന്ത്രി R ബിന്ദു അടക്കമുള്ള ആളുകൾ സമരപന്തലിൽ പോയി അവരോട് അനുഭാവപൂർവ്വമായി സംസാരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അവരെക്കുറിച്ച് അനുഭാവപൂർവ്വം പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് സർക്കാരിൻ്റെ മൂഡ് വ്യത്യസ്തമാണെന്ന് അറിഞ്ഞപ്പോൾ സ്കൂൾ വിട്ട പിള്ളേർ ഓടിപ്പോകുന്ന പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഒരാളില്ല പിന്നെ. പക്ഷേ പ്രേംകുമാർ മാത്രം പിടിക്കപ്പെട്ടു. ഇതായിരുന്നു ഉദ്ദേശമെങ്കിൽ ചിലപ്പോൾ പ്രേംകുമാറും പോകില്ലായിരിക്കും. അദ്ദേഹം അങ്ങനെ വലിയ വാളെടുത്ത് പോരാടുന്ന ആളൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യൻ, ഒരു കലാകാരൻ, ഒരു നല്ല മനസ്സുള്ളതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രേംകുമാർ ഒന്നും പറയാൻ തയ്യാറായില്ല. അതിനുശേഷം സച്ചിദാനന്ദൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അത് വലിയ വിവാദമാകുമ്പോൾ സച്ചിദാനന്ദനെ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നില്ല. അപ്പോൾ പ്രേംകുമാർ ചോദിച്ചു, ശരി, അപ്പം അയാൾക്ക് പറയാം, എനിക്ക് പറഞ്ഞുകൂടാ. ഇതാണ് പുള്ളി ആകെ ഉന്നയിച്ച കാര്യം. അത് സർക്കാരിന് ഒരു അലോസരവും ഉണ്ടാകാതെ എത്രയോ കാലത്തിന് ശേഷം. അല്ല, അത് മാത്രമല്ല, ഈ സച്ചിദാനന്ദൻ വിമർശിച്ചതുപോലുള്ള വിമർശനം ഉന്നയിച്ചിട്ട് പോലില്ല. അപ്പം അയാൾ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, അപ്പം ഞാനാരാ? ഇത് ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അതേ പദവിയിൽ ഉള്ള ആളുകൾ, എന്നെ മാത്രം എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് എന്നോട് ഈ വിരോധം? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്ന് തുടങ്ങിയ സൈബർ ലിഞ്ചിങ് ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയുള്ളതും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ അതും തുടരുകയാണ്. അപ്പോൾ എന്നെ രക്ഷിക്കണം സാർ എന്ന ഒരു കലാകാരൻ, ഒരു മനുഷ്യൻ, കലാകാരനെ കൊണ്ട് ഒരു മനുഷ്യൻ പറയുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പ്രതികരിക്കാൻ ഉറപ്പായിട്ടും ബാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം, എന്തിനായിരുന്നു പ്രേംകുമാറിനെ മാറ്റിയത്? ഇപ്പോഴും വീണ്ടും ആ ചോദ്യത്തിലാണ് നമ്മൾ ഒന്നിക്കുന്നത്. എന്തായിരുന്നു കാരണം? അതെങ്കിലും പിണറായി വിജയൻ്റെക്കാൾ വലിയ പിണറായി ഭക്തിയുള്ള ആളുകൾ പറയണ്ടേ? ആ ചോദ്യത്തിനാണ് എനിക്ക് താല്പര്യം. അതിനൊരു ഉത്തരമാണ് ഇതുവരെ ഒരാളും വ്യക്തമായി മറുപടി പറഞ്ഞിട്ടില്ല. അതെന്താ? മിക്കവാറും
പിണറായി വിജയൻ സാറിന് ഇഷ്ടമാകില്ല എന്ന് വിചാരിച്ച് അവനെ അപ്പം തന്നെ പുറത്താക്കിയരെ എന്ന് പറഞ്ഞ് പുറത്താക്കിയാണ്. അത് കഴിഞ്ഞായിരിക്കും മുഖ്യമന്ത്രി അറിഞ്ഞത്. ടാർഗറ്റ് വേണം. ഒന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് കൂടിയായിരിക്കാം സച്ചിദാനന്ദനെതിരെയുള്ള ആക്രമണം അങ്ങനെ കുറച്ച് സോഫ്റ്റ് ആക്കിയത്. ഇലക്ഷൻ കുറച്ചുകൂടെ അടുത്തുകൊണ്ടായിരിക്കും സുധാകരനെതിരെ അങ്ങനെ പിടിക്കാതിരുന്നത്. അന്ന് അങ്ങനെയല്ല. ഇത് മാത്രമല്ല, ഇതൊരു സാധാരണ മനുഷ്യൻ, ഒരു തരത്തിലുള്ള വലിയ ബുജിയോ വലിയ നടനോ ഒന്നുമില്ല, സാധാരണ മനുഷ്യൻ. അദ്ദേഹം വളരെ ഭംഗിയായ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു സമയത്ത് നായകനായി ഒരു അഭിനയിച്ച ഒരാളാണ്. അയാളൊരു പാവമായതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ എടുത്തിട്ട് തട്ടാവുന്ന ഒരു ചെണ്ടയാണ്. ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സാർ രക്ഷിക്കൂ. അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. നിഷാദ്, ഇതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ചെറിയ നടൻ എന്നുള്ളൊരു ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സമീപനത്തിനും സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇത് രണ്ട് നടന്മാരുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും വലിപ്പച്ചെറുപ്പം കാണിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി എന്തിനാണ് മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞതെന്നുള്ളൊരു ചോദ്യം ഇപ്പം നിൽക്കുക. എനിക്കത് മനസ്സിലായിട്ടില്ല എന്തിനാ മാപ്പ്. വലിപ്പച്ചെറുപ്പം പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നമ്മൾ പറയില്ലേ, ഞാൻ മതം ജാതി എടുക്കുകയല്ല, എല്ലാ ലെയറിനകത്തും ജാതി എന്ന് പറയുന്ന സംഗതി ഒരു ഘടകമാണ്. അയാളുടെ മതം ഏതാണ് ജാതിയാണെന്നല്ല, ഓരോരുത്തരുടെയും സാമൂഹികമായ സ്റ്റാറ്റസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് രാഷ്ട്രീയക്കാർക്കറിയാം. മമ്മൂട്ടി വേദിയിൽ വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് പെരുമാറുന്ന ആ വിധേയഭാവം കണ്ടിട്ടുണ്ടോ? അതുപോലെ പ്രേംകുമാറിനോട് പെരുമാറുമോ? ഇല്ലല്ലോ. മമ്മൂട്ടിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ മാപ്പ് പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 25 വർഷത്തിനിടയ്ക്ക് കേട്ട ഓർമ്മയുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ന്യൂസ് കാർഡ് കണ്ടപ്പോൾ. പിണറായി വിജയൻ മാപ്പ് പറഞ്ഞു. പക്ഷേ ആരോട്? അങ്ങനെ പറഞ്ഞ ഒരു കാര്യവും മാപ്പ് പറയാത്ത, തിരുത്താത്ത ഒരു മനുഷ്യൻ മാപ്പ് പറഞ്ഞു ആരോട്? മമ്മൂട്ടിയോട്. എന്ത് കാര്യത്തിനാണ്? ആൾക്കാർ കുറേ പേര് ഈ റഫീഖിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ. ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര മാതൃകാപരമായിട്ടുള്ള നടപടിയാണല്ലോ. ഒന്നാമത്തെ കാര്യം മാതൃകാപരമായ കാര്യമാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന് ലെഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരാളെ ആക്രമിക്കുന്നു. അതിന് കേരളത്തിലെ ലെഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പടനായകനായ മനുഷ്യൻ പോയിട്ട് അത് തെറ്റിപ്പോയി, ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറയുന്നു. നല്ല കാര്യമാണ്. പക്ഷേ അത് നല്ല കാര്യം പൂർണ്ണമായി അല്ല എന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് എവിടെയാണ്? ഇതേ ലെഫ്റ്റിൻ്റെ പട ആരെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. കെ രമ CPIമാർ വെട്ടിക്കൊന്ന കേസിലെ മനുഷ്യൻ്റെ ഭാര്യയാണ്. തെരുവ് വേശ്യ എന്ന് വിളിച്ചിട്ടുണ്ട് CPIമാർ പോയിട്ട്. മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? CPMൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? CPMൻ്റെ സൈബർ പടയുടെ ആക്ഷേപം, അതിൻ്റെ മുറിവ് ഏറ്റവും അധികം അനുഭവിച്ച കുടുംബമാണ് TPയുടെ കുടുംബം. TPയെ കൊന്നത് പോരാഞ്ഞ് TPയെ കൊന്നത് CPMകാരാണ്. TPയെ കൊന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് CPMാണ്. അതിൻ്റെ ആസൂത്രകനായി കോടതി കണ്ടെത്തി ജയിലിൽ പോയത് CPMൻ്റെ നേതാവാണ്. അവരുടെ ഭാര്യയെ ആ കൊലപാതകത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിയമ പോരാട്ടം നയിച്ചതിൻ്റെ പേരിൽ എത്ര വൃത്തികെട്ട ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ നയമല്ല എന്നൊരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ എൻ്റെ സഖാക്കൾ നടത്തുന്ന സൈബർ ആക്ഷേപത്തിൽ എനിക്ക് ധാർമ്മിക നിലപാടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, മാത്രമല്ല അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും മമ്മൂട്ടിക്കെതിരെ വിമർശനം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ ആദ്യം പുറത്തിറങ്ങി വന്ന മന്ത്രി P. രാജീവ് CPIഎമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ കൂടെ പൂർണ്ണമായി നിൽക്കുകയല്ല ചെയ്തത്. മറിച്ച് മമ്മൂട്ടി വന്നത് നന്നായി എന്ന മട്ടിൽ മമ്മൂട്ടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുക ചെയ്തത്. റഫീഖ് മിണ്ടാൻ ഉച്ച കഴിഞ്ഞ് സമയമെടുത്തു. മമ്മൂട്ടി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രാത്രി, അതിൻ്റെ പിറ്റേന്ന് പകൽ ഉച്ച വരെ റഫീഖ് മിണ്ടിയില്ലല്ലോ. റഫീഖ് ഇൻസൾട്ടഡ് ആയിരുന്നു. അവസാനം മമ്മൂട്ടി വിളിച്ചു എന്ന വാർത്ത വന്നു. മമ്മൂട്ടി വിളിച്ച് റഫീഖിനെ ആശ്വസിപ്പിച്ചു എന്ന വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് വയനാടിൻ്റെ പൊതു താല്പര്യമായിരിക്കണം നമ്മുടെ താല്പര്യം എന്നൊരു കുറിപ്പിടാൻ റഫീഖ് തരാം. റഫീഖ് അന്ന് രാത്രി ഇടാതിരുന്നത്, അന്ന് പകലിടാതിരുന്നതാണ്. മമ്മൂട്ടി വിളിച്ചു എന്നൊരു പ്ലോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അയാളുടെ വികാരം പങ്കുവെച്ചുള്ളൂ. കാരണം അയാൾ മുറിവേറ്റ മനുഷ്യനായിരുന്നു. മമ്മൂട്ടി ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു നിലയ്ക്കും ഒരു മനുഷ്യനോട് പൊതുപ്രവർത്തനം വിടട്ടെ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയുന്ന തരത്തിലില്ല. വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം, ശരിയാണ്, ഞാൻ വന്നിട്ടുള്ള ഒരു പേഴ്സണൽ വിസിറ്റിനാണ്, അതുകൊണ്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം വളരെ കോടിയിലായി അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊന്നും അല്ല അവതരിപ്പിച്ചത്. മമ്മൂട്ടി നോക്കുമ്പോൾ ഒരു ജില്ലാ സെക്രട്ടറി, അതും കേരളത്തിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടറി, അയാൾ അങ്ങനെ കൈകാര്യം ചെയ്താൽ മതി മമ്മൂട്ടിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി പോയി മമ്മൂട്ടിയോട് മാപ്പ് പറയാണ്. എന്ത് കാര്യമാണ് അത്? മമ്മൂട്ടിയും അവരും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്തു. പണ്ട് രമേശ് നാരായണനും ആസിഫിൽ തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ, അത് അവർ തമ്മിൽ സെറ്റിൽ ചെയ്തു. കേരളത്തിന് മനസ്സിലായി കഴിഞ്ഞു. ഇത് അങ്ങനെ സെറ്റിലായാലും പോരാ, നമ്മൾ പോയി മാപ്പ് പറയണം മമ്മൂട്ടിയോടും തോന്നുകയാണ്. മമ്മൂട്ടിയാണ് പാർട്ടിക്ക് മറ്റു അതിനേക്കാളും വലുത്. അത് മമ്മൂട്ടിയുടെ സൊസൈറ്റിയിൽ അവർ പാർട്ടി കാണുന്ന ഒരു വാല്യൂ ആണ്. അപ്പം മമ്മൂട്ടിയോട് നമ്മൾ മാപ്പ് പറയേണ്ടതുണ്ട് എന്നൊരു CPMനെ പോലൊരു പാർട്ടി വിചാരിക്കുകയാണ്. എൻ്റെ കാര്യം എന്താണ്? കാര്യമുണ്ട്. കാരണം കോമ്രേഡ്സ് കുഴപ്പം കാണിച്ചാൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആർക്ക് തിരുത്താനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ അത് എപ്പോഴൊക്കെ തിരുത്തിയിട്ടുണ്ട്? സൈബർ പട ആരെയെല്ലാം ആക്രമിക്കുന്നുണ്ട്? മാധ്യമ പ്രവർത്തകരെയൊക്കെ സർക്കാരിനെതിരെ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഏതെല്ലാം തരത്തിലുള്ള ഹീനമായ ആക്രമണം നടത്തിയിട്ടുണ്ട്? മാപ്പ് പറയണം തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ മാപ്പ് പറച്ചിൽ മമ്മൂട്ടിയും CPMൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരും തമ്മിലുള്ള സവിശേഷ ബന്ധത്തിൻ്റെ ഭാഗമാണ്.
അത് ഉന്നത ധാർമ്മികതയുള്ള ഒരു പ്രകട ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്നതേയില്ല. CPM-ന്റെ ടോപ്പ് ലീഡർഷിപ്പും മമ്മൂട്ടിയും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഭാഗമായി മാത്രം അവർ തമ്മിൽ നടത്തുന്ന ഇടപാടിൻ്റെ ഭാഗമാണ് മാപ്പ് പറച്ചിൽ. അല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന ഒരു ധാർമ്മിക നിലപാട്, മുറിവേറ്റ മനുഷ്യരോട് കാണിക്കുന്ന ഒരു അനുതാപം, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവരോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഐക്യദാർഢ്യം, ഞാൻ അങ്ങനെ കാണുന്നതേയില്ല. അത് CPM-മാരുടെ ഇടപാട് മാത്രമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, എത്രയോ ആളുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരിക്കൽ പോലും ആരും ഒരു മാപ്പ് പറഞ്ഞിട്ടില്ല. അത് നല്ലൊരു സമീപനമാണ്. അദ്ദേഹം തുടക്കം കുറിച്ചത് നല്ലൊരു സമീപനമാണ്. എന്തിനാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞതെന്ന് അറിയില്ലെങ്കിൽ പോലും തുടക്കം കുറിച്ചത് നല്ലതാണ്. ഇനി ഇത്തരത്തിലുള്ളൊരു മാതൃകകൾ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം കൂടെയുണ്ട്. കാരണം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട ഒരാളെന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കൂടെ പങ്കുവയ്ക്കുകയാണ്.